ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കായിട്ട് ഓണം എക്സാംസ് എത്താറായില്ലേ. നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം നാളെയാണ്. അപ്പം ജോഗ്രഫി പഠിക്കാത്തവരുണ്ടാവും, പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടാവും, ചിലപ്പം ഫുള്ള് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഈ സോഷ്യൽ സ്റ്റഡീസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ സോഷ്യലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ വായിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച് കഴിയുന്നില്ല, അങ്ങനത്തെ കുറേ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ മക്കൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്സൊക്കെ തറവാക്കി പഠിച്ചു വെക്കാം. കൂടുതൽ ഇമ്പോർട്ടൻസിന് ഏതാണോ അത് നമ്മൾ നല്ല പക്കയാക്കിയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ നമുക്ക് എബോവ് മാർക്ക് കിട്ടും. അപ്പം ജോഗ്രഫിയിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്? സീസൺസ് ആൻഡ് ടൈം, ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും മക്കൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് മക്കൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ടത് എന്നൊക്കെയാണ് മിസ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം 3 ചാപ്റ്റേഴ്സാണ് അല്ലേ. അപ്പം ആദ്യത്തെ ചാപ്റ്ററാണ് സീസൺസ് ആൻഡ് ടൈം. സീസൺസ് ആൻഡ് ടൈമിൽ നമുക്ക് ഏതൊക്കെയാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, വളരെ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേതാണ് ചേഞ്ചസ് ഓഫ് സീസൺസ് ആൻഡ് ഇറ്റ്സ് റീസൺസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സമ്മർ സോളിസ്റ്റിസ് അല്ലേ, ഇക്വിനോക്സസ്, വിൻ്റർ സോളിസ്റ്റിസ് എന്നൊക്കെ. അപ്പോൾ ഈ 4 സീസൺസ് ഏതൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഓട്ടം സീസൺ ഉണ്ട്, സ്പ്രിങ് ഉണ്ട് അല്ലേ, സമ്മർ ഉണ്ട്, വിൻ്റർ ഉണ്ട്. അപ്പോൾ ഈ 4 സീസൺസിൻ്റെ ചേഞ്ചസ്, അതിൻ്റെ റീസൺസും നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കൂടുതൽ സാധ്യതയുള്ളൊരു ഭാഗമാണ് അത്. അപ്പോൾ സീസൺസ് ആൻഡ് ടൈമിൽ ചേഞ്ചസ് ഓഫ് സീസൺ ആൻഡ് ഇറ്റ്സ് റീസൺസ് മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. അത് പഠിക്കാതെ പോകരുത് കേട്ടോ. അതുപോലെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ടൈം കാൽക്കുലേഷൻ. എങ്ങനെയാണ് അല്ലെങ്കിൽ ടൈം കാൽക്കുലേഷൻ നമ്മൾ തറവാക്കി പഠിക്കാം. വളരെ സിമ്പിളാണ്, അത് നല്ല രീതിയിൽ പഠിച്ചു പോവാം. അതുപോലെ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം, ഈ 3 ടോപ്പിക്സ് മക്കൾ നിർബന്ധമായിട്ടും വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് GMT ആൻഡ് ടൈം സോൺസ്. അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും റൊട്ടേഷൻ ഓഫ് എർത്തും. ഈ 2 ടോപ്പിക്സും മക്കൾ എന്താക്കാം, അടുത്തതായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് GMTയും ടൈം സോൺസും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, റൊട്ടേഷൻ ഓഫ് എർത്ത് എന്നീ ടോപ്പിക്സ്. അപ്പം ഇതെന്താണ്, സെക്കൻഡ് പ്രയോറിറ്റി നൽകിയിട്ട് രണ്ടാമത് മറ്റേത് ഫുൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണ് ഇതിന്. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. മക്കൾ എന്താക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഓർത്ത് വെക്കുക. അത് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കുക, മറ്റേത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുമല്ലോ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ്. എന്താണ് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പം ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് നമുക്കറിയാം, 4ആക്കി ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് മക്കൾ പഠിക്കാതെ പോരുത്. അതുപോലെ ലോക്കൽ വിൻഡ്സിനെ കുറിച്ചിട്ടും, വിൻഡ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്, വിൻഡും വിൻഡിന് കാറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് ഘടകങ്ങളെയും കുറിച്ചിട്ട് ഈ 3 ടോപ്പിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും പക്കയാക്കി പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിക്കാതെ എക്സാം ഹാളിലോട്ട് കയറരുത്. ലോക്കൽ വിൻഡ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സും. അതുപോലെ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബ്രീസസ്, പ്ലാനറ്ററി വിൻഡ്സ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ കാര്യങ്ങൾ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്കറിയാം. അപ്പം ബ്രീസസിന് ഏതൊക്കെയാണ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൗണ്ടൻ ബ്രീസ് എന്നൊക്കെ അറിയില്ലേ, ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതെന്താക്കുക, ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്ത് പഠിക്കുക. അതുപോലെ പ്ലാനറ്ററി വിൻഡ്സ്, ഈസ്റ്റേർലീസ്, വെസ്റ്റേർലീസ്, ട്രേഡ് വിൻഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതും ഇമ്പോർട്ടൻസ് നൽകി പഠിക്കാം. ഓക്കെ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗമാണ്
പ്ലാനറ്ററി വിൻസ്, അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഫാക്ടേഴ്സും റീസസും. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചെറിയ ടോപ്പിക്കാണ് പീരിയോഡിക് വിൻസ്. അപ്പോൾ പീരിയോഡിക് വിൻഡിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഗ്ലോബൽ പ്രഷർ ബിൽറ്റിനെ തറവാക്കുക, ഗ്ലോക്കൽ വിൻസും, വിൻഡ് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സും, അതുപോലെ പ്ലാനറ്ററി വിൻഡ്, അതിനുശേഷം അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതിൻ്റെ ഫാക്ടേഴ്സും. ഓക്കെ, ഇനി നമ്മുടെ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നിർബന്ധമായിട്ടും പക്കയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ. അതിൻ്റെ ഒരു ഡയഗ്രാം, ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഫ്ലോ ചാർട്ടും അതുപോലെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് നല്ല തറവാക്കിയിട്ട് ഓരോന്നും നമ്മൾ തറവാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വൺ വേർഡ് ആയിട്ടാണ്. നമ്മൾ വായിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടാം? വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് തറവാകും. അപ്പോൾ ഇതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻസ് നൽകിയിട്ട്. കാണാതെ എസ്സേ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജോഗ്രഫിയിൽ തറവാക്കി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമ്മുടെ മക്കൾക്ക് ജോഗ്രഫിയിൽ 90% എബോവ് മാർക്ക് കിട്ടുമെന്നതിൽ യാതൊരു ഇതുമില്ല. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ എക്സാമിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ, എല്ലാവർക്കും 90 എബോവ് മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ വി ആർ വൈൻഡപ്പിംഗ്. താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.